നമുക്ക് റമദാനിൽ ഖളാ വീട്ടാനുള്ള നോമ്പ്, ആ ഖളാ വീട്ടാനുള്ള നോമ്പ് മറ്റു സുന്നത്ത് നോമ്പുകളുടെ സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ നമുക്ക് നോറ്റു വീട്ടാമോ? അങ്ങനെ രണ്ടിൻ്റെയും കൂടി നിയ്യത്ത് ഒരുമിച്ച് വെച്ചുകൊണ്ട് ആ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? ഉദാഹരണത്തിന് ശവ്വാൽ മാസത്തിൽ 6 നോമ്പിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. റമദാനിൽ ആർക്കെങ്കിലും നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ ശവ്വാൽ മാസത്തിലെ ഈ നോമ്പുകളും ഖളാ വീട്ടുന്ന നോമ്പും രണ്ടും കൂടി ഒരുമിച്ച് നിയ്യത്ത് വെച്ച് ഒരേ സമയത്ത് തന്നെ നോമ്പ് അനുഷ്ഠിക്കാമോ? അതേപോലെ തന്നെ അല്ല എങ്കിൽ ഖളാ വീട്ടാനുള്ള നോമ്പുണ്ട്, അത് അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് ഖളാ വീട്ടിയാൽ രണ്ടിൻ്റെ കൂടി പ്രതിഫലം ലഭിക്കുമോ? അതേപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ്. ആ ദിവസങ്ങളിലേക്ക് ഖളാ വീട്ടാനുള്ള നോമ്പിനെ നമുക്ക് മാറ്റിവെക്കാമോ? എന്നിട്ട് രണ്ടും കൂടി ഈ 2 നോമ്പുകളുടെ നിയ്യത്തിൽ ആ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാമോ? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് അതിനുള്ള ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ്, അതേപോലെ തന്നെ നിർബന്ധമായി തീർന്നിട്ടുള്ള കഫാറത്ത് പോലെയുള്ള നോമ്പുകൾ, അതേപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ്, ഇതൊക്കെ വാജിബുകളാണല്ലോ, സുന്നത്തല്ല വാജിബാണ്. നമുക്ക് കഫാറത്ത് പല വിഷയത്തിലും കഫാറത്ത് നോമ്പ് നോൽക്കലാണ്, പ്രായച്ചിത്തം നോമ്പ് നോൽക്കലാണ്. അപ്പോൾ അത് വാജിബാണ്, നിർബന്ധമാണ്. അതേപോലെ തന്നെ നോമ്പ് നേർച്ചയാക്കിയാൽ അതും വാജിബാണ്. അതേപോലെ തന്നെ റമദാനിൽ ഖളാ വീട്ടാനുള്ള നോമ്പ് അതും വാജിബാണ്. ഇങ്ങനെ വാജിബായ നോമ്പുകൾക്ക് വാജിബ് വീടുന്നു എന്ന നിയ്യത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മറ്റു സുന്നത്ത് നോമ്പുകൾ പോലെ അതിനെ പരിഗണിക്കാൻ നിർവാഹമില്ല. സുന്നത്ത് നോമ്പ് വേറെയാണ്, ഫർള് വേറെയാണ്. ഫർളും സുന്നത്തും ഒരിക്കലും യോജിച്ചു വരികയില്ല, രണ്ടിനും 2 ഹുക്കുമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഉദാഹരണം പറഞ്ഞാൽ അയ്യാമുൽ ബീദിൻ്റെ ദിവസവും തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഒത്തുവന്നു. ഇവിടെ ഏതെങ്കിലും ഒരു നിയ്യത്ത് മാത്രമാണെങ്കിലും മറ്റു പ്രതിഫലം കൂടി അവർക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് അയ്യാമുൽ ബീദിൻ്റെ ദിവസവും വ്യാഴാഴ്ചയും ഒത്തുവന്നാൽ വ്യാഴാഴ്ച നോമ്പ് നോറ്റ പ്രതിഫലവും അയ്യാമുൽ ബീദിൻ്റെ പ്രതിഫലവും അവർക്ക് ലഭിക്കും. അതേപോലെ തിങ്കളാഴ്ചയും അവിടെ പ്രത്യേകം നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായി അത് ലഭിക്കുന്നതാണ്. എന്നാൽ അതുപോലെയല്ല ഖളാ വീട്ടുന്ന നോമ്പുകൾ. ഖളാ വീട്ടുന്ന നോമ്പുകൾ ഇത് നോമ്പിൻ്റെ, റമദാനിലെ നോമ്പാണ്, വാജിബായത് ഞാൻ വീടുകയാണ് എന്ന നിയ്യത്ത് തന്നെ വേണം. ഏതെങ്കിലും സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് മാത്രം മതിയാവുകയില്ല. അതേപോലെ തന്നെ ഇത് കഫാറത്തിൻ്റെ നോമ്പാണ്, പ്രായച്ചിത്തത്തിൻ്റെ നോമ്പാണ്, അല്ലെങ്കിൽ ഇത് നേർച്ച ഞാൻ നേർന്നിട്ടുള്ള നോമ്പാണ്, ആ നിലക്ക് കൃത്യമായി ആ വാജിബിൻ്റെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഇതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത്, സ്വതന്ത്രമായി ചില പ്രത്യേക കാരണങ്ങളോട് യോജിപ്പിച്ച് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില നോമ്പുകൾ, ആ നോമ്പുകൾക്ക് പൂർണ്ണമായും വേറെ തന്നെ നിയ്യത്തോടു കൂടി അത് അനുഷ്ഠിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ശവ്വാലിലെ 6 നോമ്പെടുക്കുക. പലരും ചോദിച്ച ചോദ്യത്തിൽപ്പെട്ടതാണ് ഈ 6 നോമ്പും അതേപോലെ തന്നെ ഖളാ വീട്ടാനുള്ള നോമ്പും ഒരുമിച്ച് നിയ്യത്താക്കാമോ? പാടില്ല എന്നാണ് ഉത്തരം. കാരണം അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഹദീസിൽ വന്നിട്ടുള്ളത് മൻ സ്വാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും എന്നിട്ട് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കുകയും ചെയ്താൽ, അപ്പോൾ റമദാനിലെ നോമ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോൽക്കേണ്ടുന്ന ഒരു നോമ്പിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖളാ വീട്ടേണ്ട നോമ്പുകൾ ആ നിയ്യത്തിൽ തന്നെ നോറ്റ് വീട്ടിയതിന് ശേഷം മാത്രമേ ശവ്വാലിലെ 6 നോമ്പ് നോറ്റ് വീട്ടാൻ പാടുള്ളൂ. രണ്ടും കൂടി ഒരു നിയ്യത്തിൽ ചെയ്താൽ അത് മതിയാവുകയില്ല. കാരണം അപ്പോൾ അവർക്ക് 30 നോമ്പേ ലഭിക്കുകയുള്ളൂ. അതാണിതിലെ രണ്ടാമത്തെ കാരണം.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അങ്ങനെ ഷവ്വാലിൽ നിന്ന് 6 നോമ്പും റമളാനിലെ നോമ്പും കൂടി നോറ്റ് കഴിഞ്ഞാൽ കാന കസിയാമിദ്ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു നോമ്പിന് 10 ഇരട്ടിയാണ് കൂലി. അപ്പോൾ 30 നോമ്പ് 300 ദിവസത്തിന് പകരമാണ്. പിന്നീട് 6 നോമ്പും കൂടി നോറ്റാൽ 60 ദിവസം, അതാണ് 360 ദിവസം, ഒരു വർഷം മുഴുവൻ. അപ്പോൾ അവിടെ 36 നോമ്പുകൾ. ഇനി നോമ്പ് 29 ആണെങ്കിൽ 35 നോമ്പുകളെങ്കിലും ലഭിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഒരു വർഷം മുഴുവനുള്ള നോമ്പിന് അത് പകരമായി തീരുകയുള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായി റമളാനിലെ 30 നോമ്പ് വേറെ തന്നെയാണ്, അതിനെ കൂടാതെയാണ് 6 നോമ്പ് നോൽക്കേണ്ടത്. അതുകൊണ്ട് ഖളാഉം 6 നോമ്പും കൂടി ഒരുമിച്ച് നിയ്യത്താക്കാൻ പറ്റുകയില്ല. ഇതേപോലെ തന്നെയാണ് എല്ലാ മാസവും 3 നോമ്പുകൾ നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖളാഇൻ്റെ നോമ്പ് ഈ ഒരു നിയ്യത്തിൽ നമ്മൾ ചെയ്താൽ, അതല്ലെങ്കിൽ ഈ 3 ദിവസത്തെ നോമ്പുകൾ ഖളാഇൻ്റെ നിയ്യത്തിൽ ചെയ്താൽ അതിലേതെങ്കിലും ഒന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ, അഥവാ ഖളാ മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം എന്താണ്? 12 × 3 അത് 36ആണ്, അഥവാ 12 മാസമാണല്ലോ ഉള്ളത്. അപ്പോൾ ഓരോ മാസവും 3 നോമ്പ് നോറ്റാൽ 12 × 3 36, അതിനോട് ഒരു നോമ്പിന് 10 ഇരട്ടി പ്രതിഫലം, അപ്പോൾ 360. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞത് വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന്. അപ്പോൾ അത് വേറെ തന്നെ വരേണ്ടതുണ്ട് എന്നർത്ഥം. ഖളാവും അതും കൂടി ഒരുമിച്ചാൽ ഈ പറഞ്ഞ തത്വം അവിടെ സ്ഥാപിക്കപ്പെടുന്നില്ല. ഇപ്രകാരം ഓരോ മാസവും നോൽക്കേണ്ടുന്ന 3 നോമ്പ് അത് വേറെ തന്നെ നോൽക്കുകയാണ് വേണ്ടത്. ഖളാഇനെ ഇതിനോട് നിയ്യത്താക്കിയാൽ ആ ഒരു പ്രതിഫലം ലഭിക്കുകയില്ല. എന്നാൽ ഖളാ വീടുകയാണ് എന്ന നിയ്യത്തുണ്ടെങ്കിൽ ആ ഖളാ വീടും, അതിൽ സംശയമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു പ്രതിഫലത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ 2 കണ്ടീഷനുകളിലല്ലാതെ നമുക്ക് ഖളാ വീട്ടാനുള്ള നോമ്പുകളെ മറ്റു സുന്നത്ത് നോമ്പുകളുടെ ദിവസങ്ങളിൽ നോൽക്കാവുന്നതാണ്, ഒരുമിച്ച് നിയ്യത്താക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു നോമ്പ് ഖളാ വീട്ടാനുണ്ട്, അദ്ദേഹം അത് തിങ്കളാഴ്ച ദിവസം നോൽക്കുന്നു എങ്കിൽ തിങ്കളാഴ്ച നോമ്പ് നോറ്റ ഒരാൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ പ്രതിഫലം ഇതിന് ലഭിക്കും. പക്ഷേ നിയ്യത്ത് വേണം, ഇത് ഖളാ ആണ്, അല്ലാതെ തിങ്കളാഴ്ച നോമ്പാണ് എന്ന നിയ്യത്ത് മാത്രം മതിയാവുകയില്ല. എന്നാൽ ഞാൻ ഖളാ വീട്ടുന്നു, എന്നാൽ തിങ്കളാഴ്ച നോമ്പിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ചയാണത് എടുക്കുന്നത് എന്നാണെങ്കിൽ അയാൾക്ക് ആ 2 പ്രതിഫലവും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വ്യാഴാഴ്ചയും, അതേപോലെ തന്നെ മുഹറം മാസത്തിലെ നോമ്പ്. ഒരാൾ പറയുകയാണ് മുഹറം 9 നോമ്പ് നോൽക്കുന്നതിന് പ്രാധാന്യമുണ്ട്, എങ്കിൽ എൻ്റെ ഖളാ ഞാൻ ഈ ഒരു നോമ്പിലൂടെ വീട്ടുകയാണ് എന്ന് നിയ്യത്ത് വെച്ചാൽ മുഹറം 9 നോമ്പ് നോറ്റ കൂലി, അല്ലെങ്കിൽ മുഹറം 10 നോമ്പ് നോറ്റ കൂലിയും ഖളാഇൻ്റെ കൂലിയും ആ വ്യക്തിക്ക് ലഭിക്കും. അതേപോലെ തന്നെയാണ് യൗമു അറഫ. യൗമു അറഫയുടെ ദിവസം നോമ്പ് നോൽക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അത് ഖളാ വീട്ടുന്ന നോമ്പാണെങ്കിലും ശരി, ഏത് നോമ്പാണെങ്കിലും ശരി, യൗമു അറഫയുടെ ദിവസം നോമ്പ് നോൽക്കുക, അതിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരാൾ ഖളാ വീട്ടുന്ന നിയ്യത്തിൽ യൗമു അറഫയിൽ നോമ്പ് നോറ്റാൽ, അതേപോലെ തന്നെ മുഹറത്തിൻ്റെ നോമ്പ് നോറ്റാൽ, തിങ്കളാഴ്ച അതേപോലെ തന്നെ വ്യാഴാഴ്ച നോമ്പ് നോറ്റാൽ, അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽ ഖളാ വീട്ടുന്ന നോമ്പ് തിരഞ്ഞെടുത്താലൊക്കെ മതിയാകുന്നതാണ്, അതിൽ വിരോധമില്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, വാജിബ് ആയ നോമ്പുകളാണെങ്കിൽ അത് പ്രത്യേകം തന്നെ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. അതേ സന്ദർഭത്തിൽ ഉലമാക്കളെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഖളാ വീട്ടാനുള്ള നോമ്പുകളെ നമ്മൾ ചില പ്രത്യേക ദിവസങ്ങളിലേക്ക് നീട്ടിവെക്കുന്നത് ഉചിതമല്ല. അതിൽ പ്രത്യേകിച്ച് പ്രാധാന്യമോ ഫضലോ ഇല്ല എന്ന് മനസ്സിലാക്കണം. മറിച്ച് ഖളാ വീട്ടാനുള്ള നോമ്പുകൾ എത്രയും പെട്ടെന്ന് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. തിങ്കളാഴ്ചയാവട്ടെ, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാവട്ടെ, അല്ലെങ്കിൽ അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളാവട്ടെ, അല്ലെങ്കിൽ യൗമു അറഫ വരട്ടെ, അല്ലെങ്കിൽ മുഹറം മാസം വരട്ടെ, അപ്പോൾ 2 കൂടി ജമ്മ് ചെയ്ത് അതിൻ്റെ കൂലി നേടിയെടുക്കാം എന്നുള്ള നിലക്ക് തീരുമാനിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. ആർക്കെങ്കിലും റമളാനിൽ ഖളാ ഉണ്ടെങ്കിൽ അവർ ഇന്നാലിന്ന ദിവസങ്ങളിൽ അത് നോൽക്കട്ടെ എന്ന് റസൂൽ പറയുമായിരുന്നു. മറിച്ച് ഐക്യകണ്ഠേന പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ഖളാ വീട്ടാനുള്ള നോമ്പുകളോ കഫാറത്തിൻ്റെ നോമ്പുകളോ കാലം താമസിപ്പിക്കാതെ തന്നെ നോറ്റുവീട്ടുകയാണ് വേണ്ടത്. എന്നാൽ മറ്റു കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയ ആളുകൾക്ക് ഇത്തരം ദിവസങ്ങൾ വരികയും അന്നവർ ഖളാ വീട്ടുന്നത് കൂടി നിയ്യത്താക്കുകയും ചെയ്താൽ അത് ഖൈറാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഫത്വ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ വിഷയം അവസാനിപ്പിക്കാം.
മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം നൽകിയ ഒരു ഫത്വയിൽ നമുക്ക് കാണാം, മൻ സ്വാമ യൗമ അറഫ, ആരെങ്കിലും യൗമ അറഫയിൽ നോമ്പ് നോറ്റു, ഔ യൗമ ആഷൂറ നോമ്പ് നോറ്റു, വ അലൈഹി ഖദാഉൻ മിൻ റമളാൻ, ആ വ്യക്തിക്കാകട്ടെ റമളാനിൽ ഖലാ വീട്ടാനുള്ള നോമ്പുമുണ്ടെങ്കിൽ ഫസിയാമുഹു സഹീഹ്, അയാളുടെ അന്നത്തെ ദിവസത്തെ നോമ്പ് സഹീഹാണ്. ലാക്കിൻ ലൗ നവ അൻ യസൂമ ഹാദൽ യൗമ അൻ ഖദാഇ റമളാൻ ഹസല ലഹുൽ അജ്റാൻ, ഈ ആഷൂറ ദിവസവും മുഹറത്തിൻ്റെ ദിവസവുമൊക്കെ ഖലാ വീട്ടുന്നത് കൂടി നിയ്യത്താക്കിയാൽ 2 കൂലിയുണ്ട്. ഒന്ന് അജ്റു യൗമി അറഫ, അല്ലെങ്കിൽ വ അജ്റു യൗമി ആഷൂറ മഅ അജ്രിൽ ഖലാ, ഖലാഇൻ്റെ പ്രതിഫലമുണ്ട്, അതേ സന്ദർഭത്തിൽ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നോമ്പ് നോറ്റു എന്ന പ്രതിഫലവുമുണ്ട്. എന്നാൽ അദ്ദേഹം പ്രത്യേകം ഓർമ്മപ്പെടുത്തി, ഹാദാ ബിൻ നിസ്ബത്തി ലിസൗമി തതവ്വുഇൽ മുത്ലഖ് അല്ലദീ ലാ യർതബിതു ബിറമളാൻ, റമളാനുമായി ചേർന്ന് നിൽക്കാത്ത മറ്റു സുന്നത്ത് നോമ്പാണ് ഇത് ബാധകമായിട്ടുള്ളത്. എന്നാൽ അമ്മാ സിയാമു സിത്തത്തി അയ്യാം മിൻ ഷവ്വാൽ ഫഇന്നഹാ മുർതബിതത്തുൻ ബിറമളാൻ വലാ തകൂനു ഇല്ലാ ബഅദ ഖദാഇഹി, എന്നാൽ ഷവ്വാലിലെ 6 നോമ്പ് റമളാനുമായി ബന്ധപ്പെടുത്തി പറയപ്പെട്ടതാണ്. റമളാനിലെ ഖലാ വീട്ടിയതിന് ശേഷം മാത്രമേ ഷവ്വാൽ നോമ്പിന് പ്രസക്തിയുള്ളൂ. എന്നാൽ അതല്ലാത്ത നോമ്പുകൾ നമുക്ക് ഒരുമിച്ച് നിയ്യത്താക്കുന്നതിൽ വിരോധമില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ ഈ രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.